ഗസയിലെ കടന്നാക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ ഏറ്റവും ശക്തമായി ശബ്ദമുയർത്തിയ യൂറോപ്യൻ രാജ്യമാണ് സ്പെയിൻ. ഇതിൽ രോഷാകുലനായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സ്പെയിൻ ഇതിന് വലിയ വില നൽകേണ്ടി വരും എന്ന് നേരത്തെ പരസ്യമായി ഭീഷണി മുഴക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കേട്ടിരിക്കുന്നത് മീഡിയ വണ്ണിൻ്റെ കല്ല് വെച്ച നുണയാണ്. എന്താ മീഡിയ വൺ തള്ളിവിടുന്നത്, തള്ളി മറിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധയോടുകൂടി നോക്കിയാൽ അത് കംപ്ലീറ്റ് മുഴുവനായിട്ടും നുണപ്രചരണമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്കുള്ള കുടിയേറ്റം. പലതരത്തിലും പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സമീപന രീതിയല്ല പല രാജ്യങ്ങളുള്ളത്. പല രാജ്യങ്ങളിലും അവരുടെ രാജ്യാതിർത്തി പോലും കൃത്യമായ രീതിയിൽ വരച്ചിട്ടില്ല, ഏകദേശമൊക്കെയാണ്. അത് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ സഹകരണത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. വലിയ പ്രശ്നങ്ങളും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യങ്ങളും തമ്മിലുണ്ടാവാറില്ല. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വലിയ പ്രതിസന്ധിയാണ്, വലിയ വിഷയമാണ്. അപ്പോൾ ഇവിടെ നിന്ന് 2 വർഷം മുൻപ് ഹജ്ജിന് വേണ്ടിയിട്ട് നടന്നു പോയ ഒരു യുവാവിനെക്കുറിച്ച് നമ്മൾ പലതരത്തിലും റിപ്പോർട്ട് ചെയ്തതാണ്. അയാൾക്ക് പറ്റിയ വിഷയമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ വിസ നൽകാതിരുന്നു. പാകിസ്ഥാനിൽ നടന്നാണ് ഇയാൾ പോകുന്നത്. അപ്പോൾ മലപ്പുറത്ത് തുടങ്ങി മക്ക വരെ നടന്നു പോവുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പോയി എവിടെ എത്തി? ഇന്ത്യയുടെ അതിർത്തിയിലെത്തി, പഞ്ചാബ് അതിർത്തിയിലെത്തിയതോട് കൂടിയിട്ട് അവിടെ സ്റ്റോപ്പായി. പാകിസ്ഥാൻ വിസ നൽകിയതേ ഇല്ല. ഒരുപാട് കാര്യങ്ങളുണ്ടായി. പിന്നീട് പാകിസ്ഥാൻ നൽകിയ വിസ എന്ന് പറഞ്ഞാൽ നടക്കാനൊന്നും പറ്റില്ല. പകരം എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് പാകിസ്ഥാൻ്റെ അതിർത്തി വരെ വിമാന സർവീസ് നടത്താം. അങ്ങനെ പാകിസ്ഥാനിൽ മാത്രം വിമാനത്തിലും ബാക്കി എല്ലാ രാജ്യത്തിലും നടന്നുമായിട്ട് അദ്ദേഹം യാത്ര ചെയ്ത്. അപ്പോൾ രാജ്യവും തമ്മിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും ഇങ്ങനെയൊക്കെയാണ്. നേരെ മറിച്ച് നമ്മൾ നേപ്പാളിലേക്ക് നോക്കുകയാണെങ്കിലോ പാസ്പോർട്ട് പോലും ഇല്ലാതെ പോകാൻ വേണ്ടി പറ്റും. വിസ ഏതായാലും ആവശ്യമില്ല. ഇനിയിപ്പോൾ ഏതൊരു ഐഡൻറ്റിറ്റി മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ പാസ്പോർട്ട് പിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ തരത്തിലാണ് ചില രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം. നമ്മളിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായിരിക്കുന്ന വിഷയം മൊറോക്കോ എന്ന് പറയുന്നത് മുസ്ലിം രാജ്യമാണ്. 100% മുസ്ലിങ്ങൾ, 99% മുസ്ലിങ്ങളുള്ള രാജ്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ രാജ്യത്തിൽ നിന്ന് സ്പെയിനിൻ്റെ സബൂത്ത എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഒരു കൂട്ടം അഭയാർത്ഥികൾ പോകുന്നു. ജോലി ആവശ്യപ്പെട്ടാൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അതിർത്തി കടന്നുകൊണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമായിരിക്കുന്ന മൊറോക്കോയിൽ നിന്ന് യൂറോപ്യൻ രാജ്യമായിരിക്കുന്ന സ്പെയിനിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികപരമായിട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പക്ഷേ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് പോയപ്പോൾ അത് വലിയ രീതിയിൽ ചർച്ച വന്നു, വലിയ രീതിയിൽ വിഷയം വന്നു. അതിലൊരു രാഷ്ട്രീയമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ സ്പെയിൻ 100% ഇസ്രായേൽ വിരുദ്ധ രാജ്യമാണ്. പാലസ്തീൻ എല്ലാ കാലത്തും അനുകൂലമായിരിക്കും നിലപാട് എടുക്കുന്നതാണ്. മൊറോക്കോ പാലസ്തീൻ അനുകൂലമാണെങ്കിലും ഇസ്രായേലുമായിട്ടും ബന്ധമുണ്ട് എന്നാണ് അനുമാനം. ഇതിനിടയിൽ ഇപ്പോൾ മീഡിയ വൺ പറയുന്നത് എന്താണ്? മൊറോക്കയെ പ്രലോഭിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പെയിനിലേക്ക് ഒരു കൂട്ടം ആളുകളെ ഇസ്രായേൽ അയച്ചു. ഒരു തെളിവുമില്ല. അതിനെക്കുറിച്ചുള്ള അതിൻ്റെ വിശദീകരണക്കുറിപ്പിൽ ഇത് എന്താണ്, എങ്ങനെയാണ് ഈ പരിപാടി ഇസ്രായേൽ ഒപ്പിച്ചത് എന്ന് പറയുന്നില്ല. പറയാനങ്ങനെ സംഭവം ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ 2-3 വ്യാഖ്യാനങ്ങൾ അതിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതിലൊന്ന്, സ്പെയിനിലേക്കുള്ള കുടിയേറ്റം കൃത്യമായിരിക്കുന്ന വിവരം ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. ഒരു കൂട്ടം ആളുകൾ 50,000 എന്ന് പറയുന്നു, 35,000 എന്ന് പറയുന്നു, 62,000 എന്നും പറയുന്നു. അതിൽ 57ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. കൂട്ടമായിരിക്കുന്ന കുടിയേറ്റം നടത്തിയിട്ട് അവിടെ അഭയാർത്ഥികളായിട്ട് നിർത്തുകയും ജോലി സംബന്ധമായ കാര്യങ്ങൾ അവിടെ മൊത്തത്തിലൊക്കെ ജനസംഖ്യ കുറവുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് വലിയ പരിഗണന കിട്ടും എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞത് എന്ന് ചുരുക്കം. അവിടെ പ്രത്യേകമായിരിക്കുന്ന ഒരു അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഒരു കോടതി വിധി ഉണ്ടായിരുന്നു. കോടതി വിധിയിൽ അഭയാർത്ഥികളെ അങ്ങനെ തന്നെ പരിഗണിക്കണമെന്നും തൊഴിൽ സാധ്യത ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റണമെന്നും അവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചയക്കരുത് എന്നുള്ളതും കൃത്യമായ രീതിയിൽ പഠനം നടത്താതെ മാനുഷികമായിരിക്കുന്ന പരിഗണന നൽകാതെ അവരോട് ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി കാണിക്കരുത് എന്നുമുള്ളൊരു കോടതി വിധി സ്പെയിൻ്റെ കോടതി വിധിച്ചിരുന്നു. ആ വിധിയുടെ തുടർച്ചയായ രീതിയിൽ വ്യത്യസ്തമായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ നൽകി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടം പോലെ തൊഴിലവസരങ്ങൾ വന്നാൽ മതി നൽകും, കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ാണ് പോയത് എന്നും പറയുന്നു.
സാധാരണഗതിയിലുള്ള കുടിയേറ്റത്തിൻ്റെ ഭാഗമായി കുറച്ചധികം ആളുകൾ പോയതാണ് എന്നും പറയുന്നു. മറ്റൊരു തലത്തിൽ സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകും. നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായി, ഈ JCP എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായി, വളരെ പെട്ടെന്നാണ് ഉണ്ടായത്. അത്തരം സംഭവം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ട് ഉണ്ടായതാണ് എന്നും പറയുന്നു. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന വ്യാഖ്യാനങ്ങളാണ്. അതിലിപ്പോൾ മീഡിയ വൺ പറയുന്നത് എന്താണ്, ഇസ്രായേൽ പണി കൊടുത്തു എന്നുള്ളത്. എന്ത് പണിയാണ് കൊടുത്തത്? ഏത് തരത്തിലാണ്? മൊറോക്കോ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തിൽ 1,00,000-ലധികമുള്ള ആളുകളെ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യാതിർത്തിയിലേക്ക്, സ്പെയിൻ്റെ കൈവശത്തുള്ള സബൂത്ത എന്ന് പറയുന്ന ദ്വീപ് പോലെയുള്ളൊരു ചെറിയ പ്രദേശമാണ്, ആ പ്രദേശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് തന്ത്രമാണ് ഇസ്രായേൽ ചെയ്തത് എന്ന് യഥാർത്ഥത്തിൽ മീഡിയ വൺ പറയണം. അവർക്കത് പറയാൻ കഴിയുന്നില്ല. കാര്യം അവർ പറയുന്നതൊക്കെ കള്ളത്തരാണ്. ഇങ്ങനത്തെ സംഭവമില്ല. ഇസ്രായേൽ പ്രത്യേകമായ രീതിയിൽ നമ്മൾ നോക്കുക, ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു പക്ഷേ എത്തും, ഒരു പക്ഷേ എത്തില്ല, ഒരു പക്ഷേ ജയിലിൽ പിടിച്ചിടും, ഒരു പക്ഷേ മരണമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങേണ്ട ഒരു രീതിയാണ് രാജ്യാതിർത്തി കടന്നുകൊണ്ട് പോകുക എന്നുള്ളത്. അത് ഇസ്രായേൽ എവിടെ കിടക്കുന്നു, ആ ഇസ്രായേലിന് ഈ വിഷയത്തിൽ എന്ത് ഇടപെടാൻ വേണ്ടി പറ്റും? മുസ്ലിം രാജ്യത്തിലുള്ള ആളുകളോട് നിങ്ങൾ അങ്ങോട്ട് പോകൂ, അവിടെ നിങ്ങൾ തൊഴിലവസരം തരുന്നു വേറൊരു രാജ്യം പറയുമ്പോൾ, അത് ഉദാഹരണത്തിന് ഇപ്പോൾ ബംഗ്ലാദേശ് പറയാണ് നിങ്ങൾ ഇവിടുന്ന് നേപ്പാളിലേക്ക് പോകൂ, ഇന്ത്യക്കാരോട് പറയുക അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്ക് പോകും, അവിടെ വലിയ തൊഴിലവസരം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ അവസ്ഥ വിലയിരുത്തൂലേ? ഇതാരാ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനൊന്നും കൃത്യമായിരിക്കുന്ന രൂപം ഇപ്പോഴും വന്നിട്ടില്ല. എങ്ങനെ ഇത്രയും വലിയൊരു അഭയാർത്ഥി പ്രവാഹം എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരണം അന്താരാഷ്ട്ര ഒരു മീഡിയയിലും കൃത്യതയോടുകൂടി പറയാൻ പറ്റില്ല. പിന്നെന്തിനാണ് മീഡിയ വൺ ഈ കള്ളത്തരം പറയുന്നത്? അവർ വിളിച്ച് പറയുക ഇതിൻ്റെ പിന്നിൽ ഇസ്രായേലാണ്, ഇസ്രായേൽ അത് കലക്കിയതാണ്, ഇസ്രായേൽ എങ്ങനെയാണ് എന്താണ് ഇസ്രായേൽ പ്രവൃത്തി ചെയ്തത് എന്ന് പറയണ്ടേ? അവർക്ക് ഇത്രയും 6,00,000-അധികം ആളുകളെ മൊറോക്കോ എന്ന് പറയുന്ന കൃത്യമായിരിക്കുന്ന ഒരു ഗവൺമെൻറ് സംവിധാനമുള്ള ഒരു രാജ്യത്ത് നിന്ന് ഇത്രയും ആളുകളെ മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് തന്ത്രമാണ് ഇസ്രായേൽ പ്രയോഗിച്ചത് എന്ന് പറയൽ നിർബന്ധമാണ്. അപ്പോൾ മൊറോക്കോ, പിന്നെ അതിലെ മറ്റൊരു വ്യാഖ്യാനങ്ങളൊക്കെയാണ് വേറെ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. മൊറോക്കോ അബ്രഹാം കരാറിൽ ഒപ്പിട്ട രാജ്യമാണ്. അബ്രഹാം കരാറിൽ ഒപ്പിട്ടതോടുകൂടി ചില ഇളവുകളൊക്കെ പല കാര്യത്തിലും അമേരിക്ക നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഇതിനോട് യോജിപ്പില്ലാത്ത നിലപാടെടുത്ത രാജ്യം കൂടിയാണ്. ലോകകപ്പിൽ പോലും സ്പെയിൻ പിടിച്ചിരിക്കുന്ന പതാക ഫലസ്തീൻ്റെ പതാകയാണ്. ഞങ്ങൾ ഫലസ്തീനോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രകടനം പോലെ അതിൻ്റെ നേതാക്കന്മാർ, അതിൻ്റെ കളിക്കാർ ഗ്രൗണ്ടിൽ ഇറങ്ങി നടന്നതൊക്കെ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യമുള്ള വിഷയമാണ്. അതൊരു സ്പെയിൻ മാത്രമല്ല, പല രാജ്യങ്ങളും ചെയ്തിട്ടുണ്ട്. ചെയ്യാത്ത അപൂർവമായിരിക്കുന്ന അർജന്റീന പോലെയുള്ള, ബ്രസീൽ പോലെയുള്ള എല്ലാ കാലത്തും ഇസ്രായേലിനെ പിന്തുണക്കുന്ന അപൂർവം ചില രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി പരമാവധി രാജ്യങ്ങളൊക്കെ ചെയ്തതാണ്. ഗസയെ പിന്തുണച്ചതിൽ ഈ സ്പെയിൻ ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്ന, ഈ മീഡിയ വൺ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. ഇസ്രായേൽ നൽകിയിരിക്കുന്ന ശിക്ഷയാണത്. എന്ത് ശിക്ഷ? ഇവിടെ എന്ത് ശിക്ഷ നൽകിയത്? അത് എന്താണ്? ഇവിടെ ഇപ്പോൾ മീഡിയ വൺ പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇത്രയും ആളുകളെ ഏത് തരത്തിലാണ് ഇസ്രായേൽ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്? ഇത്രയും ആളുകളെ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് മറ്റു രാജ്യത്തിലേക്ക് എത്തിക്കാൻ എന്ത് സഹായമാണ് ഇവർ നൽകിയത്? ഇവർ ഉപയോഗിച്ച തന്ത്രങ്ങൾ എന്താണ്? ഇവർ ഉപയോഗിച്ച മാർഗങ്ങൾ എന്താണ്? അത് രണ്ടും പറയാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കുന്നില്ല? മീഡിയ വണ്ണിന് സാധിക്കുന്നില്ല. കള്ളത്തരം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ച് പറയുന്ന സമയത്തെങ്കിലും കൊള്ളിക്കാൻ വേണ്ടി പറ്റൂ. ഇത് എവിടെയായിട്ടും ഒക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ദേശാന്തരത്തിലാണ് അവർ പറയുന്നത്. ഈ മീഡിയ വണ്ണിന് ദേശാന്തരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അതിലാണ് അത് മുഴുവനായിട്ട് കേട്ട ഒരു വ്യക്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതിൽ കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുക. എവിടെയാണ് അതുള്ളത്? നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ. ആർക്ക്? സ്പെയിൻ. എന്തിനാണ് സ്പെയിൻ പണി കൊടുക്കാൻ കാര്യം? അത് ഇസ്രായേലിനെതിരാണ് സംസാരിച്ചത്, അതുകൊണ്ടാണ് പണി കൊടുത്തത്. ഇതാണ് അതിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ സ്പെയിൻ മാത്രമാണോ ഇസ്രായേൽ വിരുദ്ധമായിരിക്കും നിലപാടെടുത്തത്? ഈ സ്പെയിന് മാത്രം പണി കൊടുക്കേണ്ട കാര്യം എന്താ? ഇപ്പോൾ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ എന്താ പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതെവിടെ പറയും? UN സഭയിലാണ് പറഞ്ഞത്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏക ഭീകര രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. UN സഭയിലാണ് പറയുന്നത്. മാത്രമല്ല ടെലിഫോണിലൂടെ വിളിച്ച് പറയുകയും ചെയ്ത്. അത്രയൊന്നും സ്പെയിൻ പറഞ്ഞിട്ടില്ലല്ലോ. 165 രാജ്യങ്ങൾ പാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി UN ഒപ്പിട്ട രാജ്യങ്ങളാണ്.
അവരൊക്കെ എന്നാൽ ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന നിലപാടല്ലേ എടുത്തത്. ആര്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയ ബ്രിട്ടൻ പോലും ഇന്ന് ഇസ്രായേലിനെതിരാണ്, പാലസ്തീനൊപ്പമാണ്. അപ്പോൾ അവരോടൊന്നും ഇല്ലാത്തൊരു വിദ്വേഷം എന്താണ് ഇപ്പോൾ സ്പെയിനോട് ഇസ്രായേലിനുണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മീഡിയ വൺ ഉത്തരം മുട്ടിപ്പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഇത്തരം കള്ളത്തിലൊന്നും വെറുതെ പ്രചരിപ്പിക്കരുത്. ഉള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യത്തോടുകൂടി പറയുക. അപ്പോൾ മീഡിയ വണ്ണ് പ്രത്യേകമായ രീതിയിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനൊരു മതത്തിൻ്റെ ടച്ചുണ്ട്. അങ്ങനെ ആ സമയത്ത് കുറച്ചും കൂടി സത്യസന്ധത പറയുക എന്നുള്ളത് തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ട നിർബന്ധമായിരിക്കുന്ന കടമയാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അഭിപ്രായപ്പെടാൻ ഉള്ളത്.